വയനാട്ടിലെ വാഗേരിക്കാരുടെ ഉറക്കം കെടുത്തിയ കടുവ കൂട്ടിലായെന്ന ആശ്വാസ വാർത്ത വരുന്ന മണിക്കൂറുകൾ. കൂട്ടിലായ കടുവയെ ഗ്രാമാതിർത്തി കടന്നു കൊണ്ടുപോകാൻ സമ്മതിക്കില്ല, വെടിവെച്ചു കൊല്ലണമെന്ന ആവശ്യത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന നാട്ടുകാർ. അങ്ങനെ വലിയ പ്രതിസന്ധി വനം പോലീസ് ഉദ്യോഗസ്ഥരിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് വാഗേരി കടന്നുപോകുന്നത്. സൂർജിത്ത് ചേരുന്നു. സൂർജിത്ത്, ഈ പ്രതിഷേധം മറികടന്നുകൊണ്ട് ആ കടുവയെ കൊണ്ട് പുറത്തു പോകുക എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അനുനയം എങ്ങനെ സാധ്യമാക്കാമെന്ന രീതിയിലാണ് ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ ഇപ്പോൾ MLA IC ബാലകൃഷ്ണൻ ഇവിടേക്ക് എത്തുന്നു എന്നുള്ള തരത്തിലുള്ള വിവരമുണ്ട്. മാത്രമല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വരുന്നു എന്നുള്ള വിവരമുണ്ട്. അത്തരത്തിൽ ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ മാത്രമേ എന്തെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. കാരണം ജനപ്രതിനിധികൾ മുമ്പാകെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പാണിത്. മാത്രമല്ല വനം മന്ത്രി തന്നെ കടുവയെ വെടിവെച്ചു കൊല്ലുമെന്നുള്ള തരത്തിലുള്ള നിലപാട് പങ്കുവച്ചതാണ് ഏറ്റവും ഒടുവിൽ. ആ ഒരു സാഹചര്യത്തിൽ ആ തീരുമാനം അംഗീകരിക്കാതെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് ആളുകൾ പങ്കുവെക്കുന്നത്. ഇവർ തുടക്കം മുതലേ ഈ കടുവ നരഭോജി കടുവയാണ്, ഇതിനെ വെടിവെച്ച് കൊല്ലണം. ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളെയാണ് കൊലപ്പെടുത്തിയത്. കേവലം 36 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം, പ്രജീഷ് എന്ന യുവാവ്. ആ പ്രജീഷിനെ കൊലപ്പെടുത്തിയ ഈ കടുവയെ ഒരു തരത്തിലും ഇവിടെ നിന്നും കൊണ്ടുപോകുക സാധ്യമല്ല എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനമാണ് ഇവിടെയുള്ള പ്രദേശവാസികളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. ഇവർ ഇപ്പോൾ ഈ തോട്ടത്തിന്റെ അതായത് ഈ കാപ്പിത്തോട്ടത്തിനകത്താണ്, കോളനിക്കവല എന്നുള്ള പ്രദേശത്ത് കാപ്പിത്തോട്ടത്തിനകത്താണ് ആദ്യത്തെ കൂട് വെച്ചത്. ആ ആദ്യത്തെ കൂട്ടിൽ തന്നെ കടുവ കുടുങ്ങുകയായിരുന്നു. ആ കടുവയെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് നാട്ടുകാർ നിലയുറപ്പിച്ചിരിക്കുന്നു. അവർക്കിടയിൽ മതിലായി പോലീസ് നിലയുറപ്പിച്ചിരിക്കുന്നു. അതിന്റെ പുറകിലായി ഈ കടുവയെ വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ പുറകിൽ കിടക്കുന്നു. ഈ കടുവയുമായുള്ള വാഹനങ്ങളാണ് സൂർജിത്ത്, സ്വാഭാവികമായും വൈകാരിക തലത്തിലേക്ക് ഈ വിഷയത്തെ അവിടുത്തെ നാട്ടുകാർ ഉൾക്കൊള്ളുമെന്ന കാര്യം സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അവരിൽ ഒരാളായ പ്രജീഷിന്റെ കൊലയാളിയെ കടുവ കഴിഞ്ഞ 10 ദിവസം ഭയത്തിന്റെ ആശങ്കയുടെ മുൾമുനയിലൂടെ അവരെ നടത്തിച്ച കടുവ. അങ്ങനെ ഏത് സമയവും ഒരു പാതി ഭക്ഷിക്കപ്പെട്ട മൃതശരീരമായി അവർ മരിച്ചു പോകുമോ എന്ന സംശയത്തിൽ മരണത്തെ മുന്നിൽ കണ്ട 10 ദിവസത്തെ ഒരുപാട് മണിക്കൂറുകൾ, അങ്ങനെ ഈ ആശങ്കയെല്ലാം മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായും കടുവ കുടുങ്ങിയത് അത് വൈകാരിക തലത്തിൽ അവർ ഏറ്റെടുത്തില്ലെങ്കിലേ സംശയമുള്ളൂ. പക്ഷേ വൈകാരിക തലത്തിൽ ഒരു വിഷയത്തെ ഏറ്റെടുക്കുമ്പോഴും കടുവയെ കൊല്ലുക, വെടിവെച്ച് കൊല്ലുക എന്നുള്ളൊരു സാങ്കേതികത്വം നിറഞ്ഞ വിഷയമല്ലേ? ഈ കൂട്ടിൽ കുടുങ്ങിയ കടുവയെ അങ്ങനെ വെടിവെച്ച് കൊല്ലാനുള്ള പ്രൊവിഷൻ നിലവിലുണ്ടോ? നരഭോജിയായ കടുവ എന്ന സ്ഥിരീകരണം ഉണ്ടെങ്കിലും കൂട്ടിൽ കുടുങ്ങിയതുകൊണ്ട് വെടിവെച്ച് കൊല്ലാനുള്ള പ്രൊവിഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും സാങ്കേതിക വശം ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ സൂർജിത്ത്? അത്തരത്തിൽ നിയമപരമായ ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര നിയമം, കടുവ സംരക്ഷണ നിയമം, ഇതെല്ലാം തന്നെ ഇതിന് വിലങ്ങുതടിയായി നിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ചില വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വെടിവെച്ചു കൊല്ലുക എന്നുള്ളതിന്റെ പ്രായോഗികത സംബന്ധിച്ചാണ് ഇവർ വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. അതിന്റെ പ്രായോഗികത സംബന്ധിച്ചുള്ള അവസ്ഥ അത് അവർ പ്രകടിപ്പിച്ചത് അതിന്റെ പ്രയാസങ്ങളാണ് പറഞ്ഞത്. അതായത് ഈ ഒന്നുകിൽ മയക്കുവെടി വെച്ച് പിടികൂടുക, അല്ലെങ്കിൽ കെണിയിൽ വീഴ്ത്തുക, അതും സാധ്യമായില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് വനംവകുപ്പിനുള്ളത്. അതിൽ കൂട്ടിൽ വീഴുക എന്നുള്ള തരത്തിലുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനെ മയക്കുവെടി വെക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഇത് ദൃക്സാക്ഷികളായ, അതായത് ഈ പ്രദേശത്ത് പോയ നാട്ടുകാർ തന്നെ പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് മാധ്യമങ്ങളെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല, അതായത് ഇതിന്റെ ദൃശ്യങ്ങൾ പോലും പുറത്തു വരരുത് എന്നുള്ള തരത്തിലുള്ള ഒരു നിലപാടുണ്ട് വനംവകുപ്പിന്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോ ദൃശ്യങ്ങളോ എടുക്കാൻ അനുവദിച്ചിട്ടില്ല. അതെല്ലാം തന്നെ നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട്. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രമാണ് അകത്ത് ഉണ്ടായിരുന്നത്, വേറെ ആരും, പുറത്തുള്ള ആരും ഒരാൾ പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതിനുശേഷമാണ് ഏതാനും നാട്ടുകാർ അവിടേക്ക് പോയത്. ആ നാട്ടുകാരോട് ഇവർ നാട്ടുകാർക്കിടയിലൂടെയാണ് ഇപ്പോൾ വാഹനം ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്നും കടന്നു പോകാൻ അനുവദിക്കുകയില്ല, കടുവയെ വെടിവെച്ചു കൊല്ലണം, അതിനപ്പുറത്തേക്ക് ഒരു നിലപാടുമില്ല എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനമാണ് ഈ നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വൈകാരിക പ്രശ്നം എന്നതുപോലെ തന്നെ ഇത് ജനപ്രതിനിധികൾക്ക് നൽകിയ ഉറപ്പ് കൂടിയാണ് വനംവകുപ്പ്. ആ ഉറപ്പ് പാലിക്കാൻ
വനം വകുപ്പ് തയ്യാറാകണമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം, അതായത് 3 ദിവസം മുമ്പാണ് സർവകക്ഷി യോഗം വാഗേരിയിൽ ചേർന്നത്. ആ സർവകക്ഷി യോഗവുമായി ബന്ധപ്പെട്ട് അതിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച ആവശ്യം ഇത്തരത്തിൽ വെടിവെച്ച് കൊല്ലണം എന്നുള്ള നിലപാടാണ്. ഇതിനുശേഷമാണ് കടുവ കൂടുതൽ ഇടങ്ങളിലേക്ക്, അതായത് മിനിഞ്ഞാന്ന് അർദ്ധരാത്രിയിൽ വാഗയിൽ പ്രകാശൻ എന്ന് പറയുന്ന ഏതാണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കോളനി കവലയിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ മാത്രം അകലെയുള്ള പ്രദേശത്ത്, ഞാറ്റാടി എന്ന് പറയുന്ന പ്രദേശത്ത് ഈ കടുവ എത്തുകയും ഒരു പശുവിനെ കൊലപ്പെടുത്തുകയും ചെയ്ത് ഈ പശുവിനെ കൊലപ്പെടുത്തിയ ശേഷം ഇന്നലെ പകൽ മുഴുവൻ പലയിടങ്ങളിലായി കടുവയെ കണ്ടു. പാപ്പളശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കടുവയെ കണ്ടു. അതായത് ഈ 5 കിലോമീറ്റർ ചുറ്റളവിലാണ് കടുവയുടെ സാന്നിധ്യമുള്ളത് സ്ഥിരീകരിച്ചു. ഇന്നലെ മുതൽ തന്നെ വനംവകുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ എത്തിയിരിക്കുകയാണ് ഇവിടെ. എന്തായാലും അവർക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നോക്കാം. പ്രസിഡന്റ്, എന്താണ് നിലപാടെന്ന് പറയും? നിലപാട് പിടിച്ചതെന്ന് അത് തന്നെയാണ് ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമുക്ക് കൊല്ലാനുള്ളത്. എന്താന്ന് വിവരം ഒന്ന് അന്വേഷിക്കട്ടെ. ഇപ്പൊ എത്തിയുള്ളൂ, അറിഞ്ഞിട്ട് ഇപ്പൊ വന്നതാണ്. പഞ്ചായത്ത് ഓഫീസിലായിരുന്നു, അന്വേഷിക്കട്ടെ. നേരത്തെ സർവകക്ഷി യോഗത്തിൽ ഉന്നയിച്ച കാര്യം, സർവകക്ഷി യോഗത്തിലും നമ്മളെല്ലാ കാര്യത്തിലും നമ്മൾ ഉന്നയിച്ച കാര്യം നരഭോജി കടുവയെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ്. അതിലപ്പുറത്തേക്ക് ഒരു മാറ്റമില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിച്ചേ പറ്റുള്ളൂ. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും. അത്രേ ഉള്ളൂ. വനംവകുപ്പായിട്ട് ചർച്ച നടത്താനാണ്. എന്താ പറയുന്ന നോക്കട്ടെ, അവരുടെ നിലപാട് എന്താ നോക്കട്ടെ. നമുക്കൊരു ഉത്തരവ് കിട്ടിയായിരുന്നു, ഈ നരഭോജി കടുവയെ തന്നെ ആണെന്ന് ഉറപ്പിച്ചിട്ടേ കൊല്ലാൻ പറ്റുള്ളൂ എന്നുള്ളൊരിത് കിട്ടിയായിരുന്നു. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ചർച്ചയ്ക്ക് പോവുകയാണ്. ഈ ഇവിടുത്തെ പൂതാടി പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് പോകുന്നു. എന്താണ് വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവാണ്. സുർജിത്ത്, തിരികെ വരാം. നരഭോജി കടുവ കൂട്ടിൽ കുടുങ്ങിയെങ്കിലും ജനങ്ങൾക്ക് ആശ്വാസമാകുന്നില്ല. കടുവയെ വെടിവെച്ചു കൊല്ലാതെ അവരുടെ പ്രതിഷേധത്തിൽ നിന്ന് അവർ ഒരു ഇഞ്ച് പിന്നോട്ടില്ലെന്ന നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. കടുവയെ വഹിച്ചുള്ള വാഹനം തടഞ്ഞുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.